അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ പാക്കാണ്. ആദ്യം തൊട്ട് അവസാനം വരെയും ആക്ഷൻ തന്നെയാണ്. ലാഗൊന്നുമില്ല. എന്തോന്ന് ലാഗ്? 2.5 മണിക്കൂറിൽ ഇടി മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ലാഗ് ഇരിക്കണേ. മമ്മൂട്ടി ഒന്നോ ആദ്യം തൊട്ട് അവസാനം വരെ ഇടി. കിടിലം പടം. അഴിഞ്ഞാട്ടമാണ് ആ പുള്ളിയുടെ മനസ്സ്. എന്താ പറയാ, ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ പെർഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ ക്യാമറ വർക്ക് തന്നെയാണ്. ക്യാമറ, ബാക്കിയുള്ള മ്യൂസിക് ആണെങ്കിലും എല്ലാം കൊണ്ടും ഫസ്റ്റ് ഹാഫ് കുറച്ചും കൂടെ കോമഡി വൈബിൽ അങ്ങനെ പോയി. പക്ഷെ സെക്കൻഡ് ഹാഫ് BGM ഒക്കെ അടിപൊളിയാണ്. ക്ലൈമാക്സിലോട്ട് വരുമ്പോഴാണ് BGM ഒക്കെ കുറച്ചും കൂടെ ട്വിസ്റ്റായിട്ടൊന്നുമില്ല. നോർമൽ ഒരു എന്റർടൈനർ, അത്രേ ഉള്ളൂ. ഒരു കോമഡി ആക്ഷൻ. വൈശാഖും മമ്മൂക്കയും കൂടെ ഒന്നിച്ച സിനിമ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടായിരുന്നു ഈ പ്രതികൂല കാലാവസ്ഥയിൽ പോലും ഇത്രയും ജനം കയറിയത്. ആ കയറി ഞങ്ങൾ ഇറങ്ങിയപ്പോഴ് ഞങ്ങളുടെയൊക്കെ രോമം എണീറ്റ് നിൽക്കുകയാണ്. കാരണം മമ്മൂക്കയുടെ ഒരു ഡബിൾ എനർജി തന്നെയാണ്. ഒരു ഡബിൾ ടർബോ ജോസ് എന്നൊക്കെ പറയാം. ഒരു പവർ എന്ന് പറഞ്ഞാൽ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫൈറ്റാണ്. മലയാള സിനിമ ഒരു പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ഏറ്റവും മനോഹരമായ ഫൈറ്റാണ്. മമ്മൂക്ക എനിക്ക് അതിലെ BGM ഇഷ്ടപ്പെട്ടു, ഫൈറ്റ് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം കോമഡി കാര്യങ്ങളുണ്ട്. ബിന്ദു പണിക്കരുണ്ട്. ബിന്ദു പണിക്കർ നല്ല മമ്മൂക്കയുടെ അമ്മയായിട്ടാണ് വന്നിരിക്കുന്നത്. ബിന്ദു പണിക്കറിന്റെ കുറച്ച് കോമഡിയും കാര്യങ്ങളെല്ലാം വർക്കായിട്ടുണ്ട്. പിന്നെ മമ്മൂക്കയുടെ ലാസ്റ്റ് കാർ റേസിംഗ് കാര്യങ്ങളൊക്കെ കുറച്ച് ഉണ്ട്. ലാസ്റ്റ് ഫൈറ്റ് സെറ്റായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇല്ല അങ്ങനെ തെലുങ്ക് പടത്തിന്റെ പോലെ ഒന്നുമില്ലായിരുന്നു. കോമഡി ഉണ്ടായിരുന്നു. പിന്നെ ലാഗ് അങ്ങനെ വലുത് ലാഗൊന്നുമില്ല. കണ്ടോണ്ടിരിക്കാം എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ മമ്മൂക്ക എന്നുള്ള ഒരു മഹാനടൻ, ഒരു മെഗാസ്റ്റാർ അല്ലേ. 100 കോടി പടം വരും എന്നുള്ളത് അതിന്റെ അടുത്ത പ്രേക്ഷകർ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. എന്റെ ഒരു വെച്ചാണെങ്കിൽ പോക്കറ്റ് രാജ പോലെ ഒരു ഹൈപ്പ് വന്നിട്ടില്ല. ഒന്നും പറയല്ല, വളരെ മനോഹരമായിട്ട് മാസ് രംഗങ്ങളൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഫൈറ്റ് രംഗങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ഇതിന്റെ സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ട്. ഡിറക്ഷൻ സൈഡിലുള്ള കുറച്ച് വേവേർഡ് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. എന്നല്ലാതെ ബാക്കിയെല്ലാം നന്നായിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ നിന്ന് കാണണം. തിയേറ്ററിൽ കണ്ടാലേ ആ ഒരു ഫീല് കിട്ടുള്ളൂ. അല്ലാതെ പിന്നെ കാണാൻ ആരും നിൽക്കരുത്. എന്തായാലും തിയേറ്ററിൽ നിന്ന് കാണാം. എന്തായാലും കാണാനുള്ള മൂവിയാണ് മമ്മൂക്ക റോക്സ്.